നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. ജോഗ്രഫി വിഭാഗത്തിലെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ഒരു പുതപ്പ് പോലെ ആവരണം ചെയ്യുന്നതാണ് അന്തരീക്ഷം. അതായത് ഭൂമിയുടെ പുതപ്പ്. ഭൂമിയെ ഒരു പുതപ്പ് പോലെ ആവരണം ചെയ്യുന്നത് അന്തരീക്ഷമാണ്. ഭൗമോപരിതലത്തിൽ നിന്നും കാണുന്ന അന്തരീക്ഷം, ഭൗമോപരിതലത്തിൽ നിന്നും കാണുന്ന, അതായത് നമ്മൾ ആകാശത്തോട് നോക്കുമ്പോഴത്തേക്കും കാണുന്ന ആ ഒരു അന്തരീക്ഷത്തിനെ നമ്മൾ പറയുന്നത് ഹോമോസ്ഫിയർ എന്നാണ്. ഹോമോസ്ഫിയർ. ഹെട്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 90 കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്ന അന്തരീക്ഷമാണ് ഹെറ്ററോസ്ഫിയർ. ഇനി ഈ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് കാർബൺ രേഖ. കാർബൺ രേഖ PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? കാർബൺ രേഖ. അപ്പോൾ PSC ചോദിക്കാറ് അന്തരീക്ഷത്തിന്റെ വിവിധ ലെയേഴ്സിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് അതിലേക്ക് വരാം. അന്തരീക്ഷത്തെ നമുക്ക് പ്രധാനമായിട്ടും 4 പാളികൾ അഥവാ ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിനുണ്ടാകുന്ന വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 4 പാളികളായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാളി ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ. മൂന്നാമത്തെ പാളി മീസോസ്ഫിയർ. നാലാമത്തെ പാളി തെർമോസ്ഫിയർ. ഉയരം കൂടുന്നതിനനുസരിച്ച് സാധാരണഗതിയിൽ താപം കുറയുകയാണ്. താപം മീൻസ് ഹീറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചാൽ അറിയാം, ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞാണ് വരുന്നത്. അതായത് ഈ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0 മുതൽ ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസ് 20, 40, 60 ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂസ്, ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ നിന്നും സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ ഗ്രാഫ് എങ്ങോട്ടാണ്? നെഗറ്റീവിലോട്ടാണ് വരുന്നത്. അതായത് ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ടെമ്പറേച്ചർ കുറയുകയാണല്ലോ ചെയ്യേണ്ടത്. ഇവിടെ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസോൺ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോണിന്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി മീസോസ്ഫിയറിൽ എത്തുമ്പോഴും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. ഇനി തെർമോസ്ഫിയറിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ കൂടിയാണ് വരുന്നത്. അതായത് ഇവിടെ അയോണീകരണം നടക്കുന്നത് കൊണ്ടാണ് ടെമ്പറേച്ചർ കൂടി വരുന്നത്. അപ്പോൾ ഈ 2 പാളികളിലും 2 സ്പെസിഫിക് കണ്ടീഷൻസ് ഉണ്ട്. ഇവിടെ അയോണൈസേഷൻ നടക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നു, ഇവിടെ ഓസോണിന്റെ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നു. ബാക്കി 2 പാളികളിലും ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. ഇതാദ്യം മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തത് ട്രോപ്പോസ്ഫിയർ. അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്നും അടുത്തായിട്ട് കാണപ്പെടുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ എന്നറിയപ്പെടുന്നതും ട്രോപ്പോസ്ഫിയർ ആണ്. ഇനി അന്തരീക്ഷ പ്രതിഭാസങ്ങളായ മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, മേഘങ്ങളുടെ രൂപീകരണം ഇവയെല്ലാം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. PSC 1 മാർക്ക് ചോദ്യമാണത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, മേഘരൂപീകരണം ഈ പ്രതിഭാസങ്ങളെല്ലാം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. എന്താണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്നത്, അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിൽ നിന്നും സ്ട്രാറ്റോസ്ഫിയറിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ള അതിർവരമ്പാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്ക് പോകുമ്പോൾ ട്രോപ്പോ വെച്ച് തുടങ്ങുന്നു, അപ്പോൾ ട്രോപ്പോപാസ്. സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും മീസോസ്ഫിയറിലേക്ക് പോകുമ്പോൾ സ്ട്രാറ്റോ വെച്ച് തുടങ്ങണം, സ്ട്രാറ്റോപാസ്. മീസോസ്ഫിയറിൽ നിന്നും തെർമോസ്ഫിയറിലേക്ക് പോകുമ്പോൾ മീസോ വെച്ച് തുടങ്ങണം, മീസോപാസ്. ഇതൊക്കെയാണ് അതിർവരമ്പുകൾ എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ജെറ്റ് പ്രവാഹം എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറിൽ കാണപ്പെടുന്ന വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹം എവിടെ അനുഭവപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ട്രോപ്പോസ്ഫിയറിലാണ്. ഇത്രയാണ് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ. അടുത്ത 2ാമത്തെ ലെയറിലേക്ക് പോകാം, സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോഴത്തേക്കും ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് കാണപ്പെടുന്ന പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇതിൻ്റെ കിലോമീറ്റർ ഒന്നും പഠിക്കേണ്ട, അത് PSC ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറയാത്തത്.
അപ്പം സ്ട്രാറ്റോസ്ഫിയറിൽ PSC ചോദിക്കുന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം എന്താണ്? ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നു, ഇതാണ് PSC റിപ്പീറ്റ് ചെയ്യുന്നത്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഷോൺ ബെയ്ൻ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂയിസണും ചേർന്നിട്ടാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. രണ്ടും രണ്ട് ചോദ്യമാണ്. ബെയ്ൻ ഓസോൺ വാതകം കണ്ടെത്തി, ഫാബ്രിയും ബ്യൂയിസണും ചേർന്ന് ഓസോൺ പാളി കണ്ടെത്തി. ഓസോണിന്റെ നിറം ഇളം നീല നിറം. ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ മാസം 16. ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓസോൺ അളക്കുന്ന യൂണിറ്റ് ആണ് ഡോബ്സൺ യൂണിറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഡോബ്സൺ യൂണിറ്റ്. ഓസോൺ അളക്കുന്ന യൂണിറ്റ് ഡോബ്സൺ യൂണിറ്റ് ആണ്. ഇനി ഓസോണിൽ ശോഷണം അഥവാ വിള്ളൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓസോണിൽ വിള്ളൽ ഉണ്ടാക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് റിപ്പീറ്റ് ആയിട്ട്. ഒന്ന് CFC ക്ലോറോ ഫ്ലൂറോ കാർബൺ, 2 കാർബൺ മോണോക്സൈഡ്, 3 മീതെയിൻ, 4 ക്ലോറിൻ, 5 ഹാലോൺ. ഈ വാതകങ്ങളാണ് എന്ത്? ഓസോണിൽ ശോഷണം അഥവാ വിള്ളൽ ഉണ്ടാക്കുന്നത്. CFC, മീതെയിൻ, ഹാലോൺ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ. അപ്പോൾ ഈ ഓസോൺ ശോഷണത്തിന് കാരണമായ വസ്തുക്കൾ അഥവാ വാതകങ്ങൾ ഘട്ടം ഘട്ടമായി നിരോധിക്കാൻ വേണ്ടി ചേർന്ന അല്ലെങ്കിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ എവിടെ വെച്ചാണ് ഒപ്പുവെച്ചത് എന്ന് ചോദിച്ചാൽ ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയിൽ വെച്ചാണ്. എന്നാണ് ഒപ്പുവെച്ചത്? 1987 സെപ്റ്റംബർ 16. ഈ സെപ്റ്റംബർ 16 ഓസോൺ ഡേ. 1987 സെപ്റ്റംബർ 16. 1989 ജനുവരി 1 ഈ ഉടമ്പടി നിലവിൽ വന്നത്. ആ ഒരു പോയിന്റും കൂടി ഓർക്കുക. ഓക്കെ, ഇനി ഇവിടെ പറയാൻ വിട്ടുപോയത് സ്ട്രാറ്റോപാസ്. നേരത്തെ പറഞ്ഞതാ. എന്താണ്? സ്ട്രാറ്റോസ്ഫിയറിനെ മീസോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ് ആണ്. അപ്പോൾ ഇത്രയാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത മീസോസ്ഫിയർ നോക്കാം. അടുത്ത മൂന്നാമത്തെ ലെയർ ആണ് മീസോസ്ഫിയർ. അപ്പോൾ മീസോസ്ഫിയറിൽ നമ്മുടെ ഗ്രാഫ് കണ്ടതനുസരിച്ച് ഉയരം കൂടുന്നതനുസരിച്ച് എന്താണ് പറ്റുന്നത്? താപം കുറയുകയാണ് ചെയ്യുന്നത്. കൂടാതെ അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപം അനുഭവപ്പെടുന്നതും മീസോസ്ഫിയറിലാണ്. -80 മുതൽ -100 വരെ ആണ് എവിടുത്തെ ടെമ്പറേച്ചർ? മീസോസ്ഫിയറിലെ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ കത്തി വരുന്ന ഉൽക്കകൾ കരിഞ്ഞ്, അതായത് നശിച്ചു പോകും. നല്ല ചൂടായിട്ട് കത്തി വരുന്ന ഉൽക്കകൾ മീസോസ്ഫിയറിലെ ആ തണുപ്പ് കാരണം അതെന്ത് ചെയ്യും? നശിച്ചു പോകും. അപ്പം ഉൽക്കകൾ നശിക്കുന്നത് മീസോസ്ഫിയറിലാണെന്നുള്ള കാര്യം ഓർക്കുക. താപം കുറയുന്നു, ഉയരം കൂടുന്നതിനനുസരിച്ച്. മീസോപാസ് എന്താണ്? മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് മീസോപാസ്. ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ -80 മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. നിശാമേഘങ്ങൾ നൊക്റ്റിലൂസെന്റ് ക്ലൗഡ്സ് കാണപ്പെടുന്നതും എവിടെയാണ്? മീസോസ്ഫിയറിലാണ്. ഇത്രയാണ് മീസോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഈ ഉൽക്കകൾ കത്തി നശിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മീസോസ്ഫിയറിലാണ്. ഇനി അവസാനത്തെ ലെയർ ആയ തെർമോസ്ഫിയറിലേക്ക് പോകാം. തെർമോസ്ഫിയറിൽ ഞാൻ പറഞ്ഞു ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അതായത് വാതകങ്ങൾ അയോണീകരിക്കപ്പെടുന്നു, അയോൺസ് ആയിട്ട് കാണപ്പെടുന്നു. ഓക്കെ, അപ്പം താപം കൂടുതലാണ്. ഇനി തെർമോസ്ഫിയർ കഴിഞ്ഞാലുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അങ്ങോട്ട് എക്സോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന്റെ ഏറ്റവും താഴെയുള്ള പാളി അയണോസ്ഫിയർ എന്നാണ് പറയുന്നത്. അതായത് വാതകങ്ങൾ അയോണീകരിക്കപ്പെട്ട രൂപത്തിലാണ് കാണപ്പെടുന്നത്, അയണോസ്ഫിയർ. അപ്പോൾ ഈ അയണോസ്ഫിയറിലാണ് വാർത്താവിനിമയവും റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗും എല്ലാം നടക്കുന്നത്. ഇതൊരു ചോദ്യമാണ്. വാർത്താവിനിമയവും റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗും നടക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ ഏതിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയറിന്റെ ഭാഗമാണ്. ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മൾ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി അടുത്ത 1-2 പോയിന്റ്സ് കൂടെ പഠിക്കാനുണ്ട്. ഹരിതഗൃഹവാതകങ്ങൾ. അപ്പോൾ ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ്. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലോട്ട് എന്ത് വരുന്നുണ്ട്? വികിരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, മീതെയിൻ,
അതുപോലെ CFC മുതലായ വാതകങ്ങൾ ഈ വികിരണത്തെ പിടിച്ചു നിർത്തുകയും ഭൂമിക്ക് ആവശ്യമായ ചൂട് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഈ വാതകങ്ങളാണ് ഹരിതഗ്രഹ വാതകങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, CFC ഒക്കെ എന്താണ്? ഹരിതഗ്രഹ വാതകങ്ങളാണ്. ഇപ്പോൾ ആഗോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഫാക്ടറീസിൻ്റെയും അതുപോലെ വെഹിക്കിൾസിൻ്റെയും ഒക്കെ നമ്പർ ക്രമാതീതമായിട്ട് കൂടി. അപ്പോൾ ഇത് എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവർ പിടിച്ചു നിർത്തുന്ന താപത്തിൻ്റെ അളവും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ താപം കൂടി വരുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോള താപനം എന്ന് പറയുന്നത്. ഇതിനുള്ള ദൂഷ്യഫലം എന്താണ്? ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് വസിക്കാനാവുന്നില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ദൂഷ്യഫലം. അപ്പോൾ ഇങ്ങനെ ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഒരു ഉടമ്പടി ഉണ്ടായി. അതാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അപ്പം ക്യോട്ടോ പ്രോട്ടോകോളിന്റെ ലക്ഷ്യം എന്താണ്? ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ ക്യോട്ടോ പ്രോട്ടോകോൾ സൈൻ ചെയ്തത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഒരു മാർക്കിന്റെ ചോദ്യമാണ്. ജപ്പാനിൽ വെച്ച്, ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചത്. ഉടമ്പടി ഒപ്പുവെച്ചത് 1997 ഡിസംബർ 11. പഠിക്കണം, 1997 ഡിസംബർ 11. എന്നാൽ ക്യോട്ടോ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 2005 ഫെബ്രുവരി 16. 2005 ഫെബ്രുവരി 16. ഇത്രയായപ്പോഴത്തേക്കും നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന ടോപ്പിക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. എല്ലാ ചോദ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പോയിന്റ്സ് ആർക്കെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക്